അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഊളരായപ്പൻ വീണ്ടും രംഗത്ത് വന്നേക്കുവാണ്. രാജൻ ജോസഫ് വേറൊന്നുമല്ല, ഷിയാസ് കരീമിൻ്റെ വിഷയവും എടുത്തിട്ടുണ്ട്. ഇന്ന് രാജൻ ജോസഫ് ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷിയാസ് കരീമിനെയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ഞാൻ ആലോചിക്കുന്ന വേറൊന്നുമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത്രയ്ക്കും ഈ രാജൻ ജോസഫിന് എന്താണ് ഇത്രയ്ക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇത്രയ്ക്കും വൈരാഗ്യം, ഇത്രയ്ക്കും ദേഷ്യം, ഇത്രയ്ക്കും കുരു പൊട്ടുന്നത്? എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ എന്ത് വാർത്ത കണ്ടാലും ഉടനെ അത് എടുത്തുകൊണ്ട് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു കുരു പൊട്ടുന്നൊരു രാജൻ ജോസഫിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് ചെയ്യുന്ന ഏറ്റെടുത്തൊരു പരിപാടി, അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാഹുലിൻ്റെ വിഷയം സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് രാഹുലിൻ്റെ പുറവേ ഇങ്ങനെ നടന്ന് ചൊറിഞ്ഞ് നടക്കുന്നൊരു രാജൻ ജോസഫിനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഊളയായിട്ടാണ് തോന്നിയത് ഈ ഒരു വ്യക്തിയെ. ഊളരായപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. വേറൊന്നുമല്ല, ഇപ്പം കഴിഞ്ഞ നമ്മൾ വിഷുവിന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വിഷുവിന് രാഹുൽ മാങ്കൂട്ടം വിഷു ആഘോഷിച്ചത് ശരിയല്ല. രാഹുൽ മാങ്കൂട്ടം വിഷു ആഘോഷിച്ച സമയം ശരിയല്ല. ജനലിലൂടെ വെയിൽ കാണുന്നു, വാച്ചിൽ സമയം തെറ്റി, അല്ലെങ്കിൽ അമ്മയെ പിടിച്ച് വിഷുവിൻ്റെ വീഡിയോയിൽ കൊണ്ടുവന്നത് ശരിയല്ല, അളിയനെ കൊണ്ടുവന്നത് ശരിയല്ല, പെങ്ങളെ കൊണ്ടുവന്നത് ശരിയല്ല, അവരെയൊക്കെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വിഷുവിൻ്റെ ദിവസം പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തൊരു വിഡ്ഢിയാണെന്ന് നോക്കിക്കണം. എന്തിനാണ് രാഹുലിൻ്റെ പുറമെ ഇങ്ങനെ നടന്ന് ഇയാളിങ്ങനെ ചൊറിഞ്ഞ് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഒന്നുകിൽ പൈസ മേടിച്ചുള്ള പരിപാടി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും പുള്ളിക്ക്. രാഹുലിനെ കാണുമ്പോഴും രാഹുലിൻ്റെ വിഷയങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ട് ഇയാൾ നല്ല നല്ല വാർത്തകളും നല്ല നല്ല കാര്യങ്ങളും രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് നല്ല നല്ല മറ്റേ വീട് വെച്ച് കൊടുത്തല്ലോ പാലക്കാടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ നല്ലതൊന്നും പുള്ളി കാണുന്നില്ലേ? ചൊറിയാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നിങ്ങൾ രാജൻ ജോസഫിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം രാജൻ ജോസഫ് ഇന്ന് ഇട്ടേക്കുന്ന വീഡിയോ ഇത് ഷിയാസ് കരീമുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടേക്കുന്നത്. അല്ലേ, ഇവനുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ വയ്ക്കുന്നത്. ഇവിടെ ഷിയാസിൻ്റെ പേരിൽ വന്ന കേസ് വേറെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ വന്ന കേസ് വേറെ. രണ്ടും രണ്ട് കേസാണ്. ഷിയാസ് കരീം ഏതോ 10, 50, 45 വയസ്സുള്ള ഒരു യുവതിയെ, പ്രവാസിയായിട്ടുള്ള ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യുവതിയെ പറഞ്ഞ് പറ്റിച്ച് ചൂഷണം ചെയ്ത് പൈസകൾ 50ഉം 1ഉം വെച്ചിട്ട് 10, 45, 50 ലക്ഷം രൂപ മേടിച്ച് ഇവൻ ദൂർത്തടിച്ച് ആർഭാടമായിട്ട് ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവൻ അവരെ ചൂഷണം ചെയ്യുമായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അങ്ങനെയാണോ? അങ്ങനല്ല. ഇവിടെ രാഹുലിനെയാണ് അവർ പറഞ്ഞ ഈ പരാതിക്കാരികളായിട്ട് വന്ന യുവതികൾ പറഞ്ഞു പറ്റിച്ചത് വിവാഹിതയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചു. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ച് രാഹുലിനെ അല്ലേ സത്യം പറഞ്ഞാൽ അവിടെ ചൂഷണം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല കോടതി എന്നുള്ള വിധി എന്താണ്? ഈ കോടതി, സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും, ഈ വിധി വന്നിട്ട് പോലും, സുപ്രീം കോടതി പോലും പറഞ്ഞിട്ട് പോലും ഈ രാജൻ ജോസഫിനെ പോലുള്ള ഊളരായപ്പനൊക്കെ എന്താണ് ഇവർക്കൊക്കെ മനസ്സിലാവാത്തതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം കോടതി വിധിക്ക് പോലും ഇവർ എതിരായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ രാജൻ ജോസഫ് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: 3.5 മാസം മുമ്പായിരുന്നെങ്കിൽ ഷിയാസ് കരീമിനെ പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാമായിരുന്നു. കാരണം പോക്സോ മുതൽ 59 വയസ്സ് വരെ എന്ന നിലവിലെ റെക്കോർഡ് ഇവൻ തകർത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്താണ് ഇവൻ ഈ രാജൻ ജോസഫ് സംസാരിക്കുന്നത്. പുള്ളിയൊക്കെ മാധ്യമപ്രവർത്തനാണെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും വല്ല മഞ്ഞപ്പത്രത്തിൻ്റെയും മാധ്യമപ്രവർത്തകനായിരിക്കും, അല്ലാതെ പുള്ളിയൊക്കെ ഒരു മാധ്യമപ്രവർത്തനാണെങ്കിൽ. മാധ്യമപ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു മാധ്യമപ്രവർത്തകൻ്റെ ധർമ്മം, ഒരു ധാർമ്മികത എന്താണ്? ഇയാളൊക്കെ എവിടുത്തെ മാധ്യമപ്രവർത്തനങ്ങളെ? ബാക്കിയോടെ വായിക്കാം. ഷിയാസിന് ഉമ്മയുടെ പ്രായമുള്ള 60 വയസ്സ് വരെയും താല്പര്യമാണ്. ഉമ്മയുടെ പ്രായമുള്ള 60 വയസ്സ് വരെയും താല്പര്യമാണ്. 60 വയസ്സല്ല, 45 വയസ്സുള്ള യുവതിയാണ്. ആകെയുള്ള ഒരു വ്യത്യാസം ഇവന് ഭ്രൂണഹത്യയിലും കണ്ട രാഹുൽ അവിടെയും കൊണ്ടെത്തി. ആകെയുള്ള ഒരു വ്യത്യാസം ഇവന് ഭ്രൂണഹത്യയിലും മന്ത്രവാദത്തിലും ഒന്നും താല്പര്യമില്ല എന്നതാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് നല്ലൊരു യുവ MLA നഷ്ടപ്പെട്ടു. ചെങ്ങായി നാണവും മാനവും ഉളുപ്പുണ്ടോ? ഇങ്ങനെ വഴിയെ കിടക്കുന്ന എവിടെ എന്ത് കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേക്കും ഉടനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് രാഹുലിനെ അങ്ങോട്ട് ചൊറിയാൻ നിൽക്കുന്ന ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ,
സത്യം പറഞ്ഞാൽ ഇയാൾ ഈ കൂടുതലൊന്നും പറയുന്നില്ല. ഇയാൾ വെറും ഒരു ഊളയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിഷയമായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറഞ്ഞിട്ടുള്ള റിനിക്കെതിരെ രംഗത്ത് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ റിനി 12:12:30 സീക്രട്ട് ചാറ്റിനെ രാഹുൽ മാങ്കൂട്ടം വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുണ്ടായി. അതിനുശേഷം ഇയാൾ വന്നിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മിക്കിട്ട് ഇറക്കുമായി. പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെ രാഹുലിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നു അവരെ വെച്ചിട്ടായിരിക്കും പിന്നെ ഇയാൾ അങ്ങോട്ട് സംസാരിക്കുന്നത്. അവരെ വെച്ചിട്ടായാലും അവരുടെ അടുത്തായിരിക്കും പിന്നെ ചൊറിയാൻ പോകുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുലും തമ്മിൽ എന്തോ വലിയ അന്തർധാര മണക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഇങ്ങനെ മാങ്ങ ചക്ക ഒരു എലിയും അറിയത്തില്ല, അതും അറിയത്തില്ല ഉള്ള രീതിയിൽ വന്നിരുന്നിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുലിനെയും കയറ്റി അങ്ങോട്ട് ഒരു അവിഹിതം അങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാമിലിയായിട്ട് ഇവർക്ക് അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എന്നിട്ടാണ് ഇയാൾ വന്നിരുന്നിട്ട് രാഹുലിനെയും ശ്രീനാദേവി കുഞ്ഞമ്മയും കൂടെ ചേർത്തിട്ട് അവിഹിതം ഉണ്ടാക്കാൻ നോക്കിയത്. എന്തുകൊണ്ട്? ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഈ റിനിയുടെ കുറച്ച് ഉടായ്പകൾ പുറത്തോട്ട് കൊണ്ടുവന്നുകൊണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ഷിയാസ് കരീമിൻ്റെ ആ വാർത്ത ഞാൻ ഒന്ന് വെച്ച് തരാം. കാരണം ഇത് രണ്ട് കേസുകളാണ്. അതുപോലും ഈ ഊളയ്ക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എവിടുത്തെ മാധ്യമ പ്രവർത്തനമാണ്, എവിടുത്തെ ജേർണലിസ്റ്റാണ് ഇയാളൊക്കെ? ഞാൻ ആ ഷിയാസ് കരീമിൻ്റെ വാർത്ത എന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇവിടെ ഒരു യുവതിയെ ചൂഷണം ചെയ്ത് ആ യുവതിയുടെ കയ്യിൽ നിന്ന് എത്രത്തോളം പൈസ മാക്സിമം ഇസ്കാവോ ഊറ്റി എടുത്ത് നക്കി തിന്നാവോ അതൊക്കെ നക്കി തിന്ന് ആ യുവതിയെ പറഞ്ഞു പറ്റിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഷിയാസ് കരീം. അവസാനം പൈസ ചോദിച്ചപ്പോഴത്തേക്ക് കൈമലർത്തി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴത്തേക്കാണ് അവർ പരാതി കൊടുത്തത്. കാരണം നോക്കിയോണം, അവരെ പൈസ കൊണ്ട് അവൻ ആർഭാടകരമായിട്ട് കല്യാണം, ആർഭാടകരമായിട്ടുള്ള ലൈഫ് സ്റ്റൈല്, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഇത് കൂടാതെ ഇവനിക്ക് ഇനാഗുറേഷനും ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്. ഇനാഗുറേഷൻ ചെയ്യാൻ കിട്ടുന്ന പൈസയെങ്കിലും ഇവനിക്ക് കൊടുത്ത് തീർത്തൂടെ? ജിമ്മിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ യുവതിയെ പറഞ്ഞു പറ്റിച്ച് പൈസ മേടിക്കുന്നു. ഇതൊക്കെയാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. ഇവനുമായിട്ട് കമ്പയർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ നാണോ മാനോ ഉളുപ്പും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രാജൻ ജോസഫ്, നിനക്ക് നാണോ മാനോ ഉളുപ്പും ഉണ്ടോ? അപ്പോൾ ഞാനെന്തായാലും ഷിയാസ് കരീമിൻ്റെ ആ വാർത്ത എന്ന് വെച്ച് തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ കൂടുതൽ തെളിവ് പുറത്തുവിട്ട പരാതിക്കാരിയിൽ നിന്ന് ഗൂഗിൾ പേ വഴിയും അക്കൌണ്ട് ട്രാൻസ്ഫർ വഴിയും ലക്ഷങ്ങൾ വാങ്ങി 2024 മുതലാണ് ഷിയാസ് ഈ പണം വാങ്ങുന്നത്. ഷിയാസിന്റെ അക്കൌണ്ടിലും കുടുംബാംഗങ്ങളുടെ അക്കൌണ്ടിലും പണം എത്തിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ വരെയുള്ള തുകകളാണ് അക്കൌണ്ട് വഴി കൈപ്പറ്റിയത് എന്ന് പരാതിക്കാരി പറയുന്നു. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, അതിങ്ങനെ ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലും പിന്തുണകളും ഒക്കെ നീങ്ങുകയാണ്. എന്താണ് പരാതിക്കാരിയുടെ പുതിയ ആരോപണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ തെളിവുകളാണ് അവർ പുറത്തുവിടുന്നത്? എന്തായാലും ഷിയാസ് കരീമും ഭാര്യ ദർഭയും ഇന്നലെ ഈ ആരോപണങ്ങളെല്ലാം തള്ളി രംഗത്ത് വരുന്നുണ്ട്. അത്തരത്തിൽ പൈസയൊന്നും വാങ്ങിയിട്ടില്ല, തങ്ങളുടെ പക്കലും എല്ലാ തെളിവുകളുണ്ടെന്ന് പറയുന്തോറും ഈ പരാതിക്കാരി കൂടുതൽ തെളിവുകൾ പുറത്തുവിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നിപ്പോൾ പുറത്തു വന്നത് ഷിയാസ് കരീം മാത്രമല്ല, ഷിയാസിന്റെ മാതാവ്, ഷിയാസിന്റെ സഹോദരി എന്നിവരുടെ ഗൂഗിൾ പേ അക്കൌണ്ട് വഴി ഈ യുവതി സ്ത്രീ നൽകിയ തുകയുടെ കണക്കുകളാണ്. അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് ന്യൂസ് 18 ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ ആണ് ഇതിൽ നടന്നിരിക്കുന്നത്. അത് ബാങ്ക് ട്രാൻസാക്ഷൻ, ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഗൂഗിൾ പേ വഴിയുള്ള ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങളാണ് പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ചില മെസ്സേജുകളും ചില വോയിസ് ചാറ്റുകളും വീണ്ടും പുറത്തുവിട്ടിട്ടുണ്ട്. അതും ന്യൂസ് 18 ലഭിച്ചു. അത് പ്രധാനമായും പറയുന്നത്, സ്ഥലത്ത് താമസിക്കുന്ന ഇടത്തെ ലൊക്കേഷൻ അയച്ചു തരൂ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് ഷിയാസ് കരീം പറയുന്ന ചാറ്റുണ്ട്. അങ്ങനെ യുവതി ഈ സ്ത്രീ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില വോയിസ് ചാറ്റിൽ വീണ്ടും പണം ആവശ്യപ്പെടുന്നതുണ്ട്. പെരുമ്പാവൂരിലേക്ക് താൻ താമസം മാറാം, കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നും കാണാൻ കഴിയില്ലല്ലോ, പെരുമ്പാവൂരിലാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാം, അല്ലെങ്കിൽ കുടുംബത്തെ നോക്കാം, ഈ സ്ത്രീയെ നോക്കാം, അങ്ങനെ തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ ഷിയാസ് നൽകുന്ന അതും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. എന്തായാലും ഷിയാസ് കരീമിന് എതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം വീണ്ടും തെളിവുകളെല്ലാം ഓരോ ദിവസം കഴിയുന്നവരും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ചേവായൂർ പോലീസുമാണ്. എൽദോ, ഇതാണ് ഷിയാസ് കരീമുമായിട്ട് ബന്ധപ്പെട്ട കേസ്. ഇതുമായിട്ട് രാഹുലിൻ്റെ വിഷയത്തെ, രാഹുലിനെ കൂട്ടിക്കലർത്താൻ എനിക്ക് എങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്, നാണോ മാനോ ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
ഇവിടെ ഒരു യുവതിയെ ചൂഷണം ചെയ്തിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് പണങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. ഇതുപോലെ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവ് കാണിച്ചിട്ട് സംസാരിക്കും. തെളിവ് കാണിച്ചിട്ട് കൂട്ടിക്കലർത്തി സംസാരിക്കും. വന്നിരുന്നങ്ങോട്ട് മെഴുകാൻ, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നങ്ങോട്ട് മെഴുകാൻ എല്ലാവർക്കും എളുപ്പമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. അതുപോലെ രാജൻ ജോസഫിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നല്ല വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ